അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി വിട്ടുപോകരുതേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിനായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒന്ന് പുഴുങ്ങി അതിനൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ മതി, അധികം വേണ്ട. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുക്കാം. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് അത് മാറ്റാം കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി കയറ്റി വെക്കുകയാണ്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരും. ഞാനിതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിലോട്ട് നല്ല പെരിഞ്ചീരകം ഉണ്ടല്ലോ, കടുകിന് പകരം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കടുകൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി അധികം വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചും 2-3 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഒരു സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എരിവെല്ലാം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചക്കുത്ത് മണം പോകട്ടെ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗ്രേവിയിലൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിതിനെ ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് വേവില്ല. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ നാളികേരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നാളികേര പാലാണ് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 3 മുട്ടയും കൂടിയിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇട്ടിരിക്കുന്നത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അധികം സമയം നമ്മൾ വെക്കുന്നത് നല്ലതല്ല. അതിൻ്റെ അത് ഒന്ന് ഹാർഡായി പോകും കേട്ടോ. നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഏകദേശം 1 കപ്പോളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാകത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ താളിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് സെപ്പറേറ്റ് താളിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കുക എല്ലാവരും തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വീണ്ടും വരാം. താങ്ക്